മാത്സ്യൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. NMMSന് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇതിന് മുന്നോടിയായി കഴിഞ്ഞ വീഡിയോയിലും നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുട്ടികൾക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാനും പരീക്ഷയ്ക്ക് ആത്മവിശ്വാസത്തോടെ എഴുതാനും ഈ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കും. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നറിയിക്കുകയാണ്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെയുള്ളത്. ഇഫ് എ ഈക്വൽ ടു 1 ലേറ്റ് LATE ഈക്വൽ ടു 38 വാട്ട് ഈസ് ബോസ്? 76, 60, 40, 55 ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ആൽഫാബെറ്റ്സിൻ്റെ ഓർഡർ പൊസിഷൻ എത്രയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇംഗ്ലീഷിൽ നമുക്കറിയാം ABCDE ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ പോയി XYZ വരെ 26 അക്ഷരങ്ങളുണ്ട് നമുക്കറിയാം. 26 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ A ഒന്നാമത്തതാണ്, B രണ്ടാമത്തത്, C 3, 4, E 5 ഇങ്ങനെ അറിയണം. ആദ്യത്തെ 5 നമുക്ക് കിട്ടും, അവസാനത്തത് നമുക്ക് കിട്ടും. പക്ഷേ ഇടയിൽ വരുന്ന 13ാമത്തത് 13, 14, 15 പൊസിഷനിൽ വരുന്നത് ഏത് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രമുള്ള ഒരു വീഡിയോ മാത്സ്യൂൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എളുപ്പം നമുക്കത് ഓർമ്മിക്കാനുള്ള ട്രിക്ക് അതിലുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇപ്പോൾ A ഈക്വൽ ടു 1 ആണ്, ലേറ്റ് ഈക്വൽ ടു 38 ആണ് എങ്കിൽ ബോസ് എന്ന് പറഞ്ഞതിൻ്റെ കോഡ് എത്ര എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A ഈക്വൽ ടു 1 എന്നതിന് ഒന്നാമത്തെ അക്ഷരം 1നെയാണ് സൂചിപ്പിക്കുന്നത്. ലേറ്റ് 38 ആണ്. അപ്പോൾ ലേറ്റ് 38 പറയുമ്പോൾ ഇതിലത്തെ അക്ഷരങ്ങളെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് LATE നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ L എന്ന് പറയുന്നത് നമ്മൾ 12ാമത്തെ അക്ഷരമാണ് L, A ഒന്നാമത്താണ്, T 20 E 5. ഈ നമ്പറുകളെല്ലാം ഒന്ന് കൂട്ടി നോക്കാം. 12, 13, ഈ 33, 5, 38 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ലേറ്റ് 38 എന്ന് പറഞ്ഞാലുള്ള മീനിങ്? ലേറ്റിലത്തെ അക്ഷരങ്ങളുടെ പൊസിഷൻ, ഇടത് ഭാഗത്ത് നിന്നുള്ള സ്ഥാനം, ഈ ലെഫ്റ്റ് നിന്നുള്ള പൊസിഷൻ്റെ എല്ലാം ആഡ് ചെയ്താൽ സം എടുക്കുന്നതാണ് ഈ 38. അങ്ങനെയാണ് എങ്കിൽ ബോസ് എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബോസ്. അപ്പോൾ ബോസ് എന്ന് പറയുമ്പോൾ BOSS. ബോസ് A 1 ആണെങ്കിൽ B 2 ആയിരിക്കുമല്ലോ. 2, O എത്രയാണ്? 15 S 19 S 19. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. 2ഉം 15ഉം 17, 17ഉം 19ഉം 36, 36ഉം 19ഉം 55. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എത്ര? 55. അപ്പോൾ 55 ഓപ്ഷനിൽ നമുക്കുണ്ട്. 4ാമത്തെ ഓപ്ഷൻ 55. അപ്പോൾ ഈ കൃത്യമായി ഓരോ ലെറ്ററിൻ്റെയും പൊസിഷൻ അറിഞ്ഞു വെക്കണം എന്നുള്ളതാണ് ഈ പ്രോബ്ലം നിങ്ങളോട് പറയുന്ന കാര്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 8:28, 15 എന്ത് എന്നുള്ളതാണ്. ഇതൊരു അനലോഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നമ്പർ അനലോഗാണ് ഇത്. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഒന്നാമത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ബന്ധം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിൽ അതേ ബന്ധത്തിൽ ഈ 15ഉം റിലേറ്റ് ചെയ്താൽ അതിൻ്റെ ഉത്തരം ഏത് വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 8, 28 പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരൽ 8നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടും. ആ 24ൻ്റെ പകരം 4 കൂട്ടിയാൽ നമുക്ക് 28 കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ 15നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 15 × 3 നമുക്ക് 45 കിട്ടും. 45ൻ്റെ പകരം 3 കൂട്ടിയാൽ നമുക്ക് 48 കിട്ടും. പക്ഷേ 48 എന്ന് പറയുന്നത് ഒരു ഓപ്ഷനിൽ നമുക്ക് ഇല്ല. പിന്നെ 8ൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ? 2ൻ്റെ ക്യൂബാണ് 8 അല്ലേ? 2ൻ്റെ ക്യൂബാണ് 8 എങ്കിൽ 15 അതേപോലത്തെ ഒരു ക്യൂബല്ല. അപ്പോൾ ആ തരത്തിലുള്ള ബന്ധവും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതുമാതിരിയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കുട്ടികൾ പ്രത്യേകം ഇത് നോട്ട് ചെയ്യണം. 8 എന്ന് പറയുന്നത് 9ൽ നിന്ന് 1 കുറച്ചതാണ് അല്ലേ? അതായത് 3 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചതാണ് എത്ര? 8 എന്ന് പറയുന്നത്. 28 എന്ന് പറയുന്നതോ 3 ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടിയതാണ്. 3 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചതാണ് ഇത്. 3 ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടിയതാണ്. അപ്പോൾ അതേമാതിരി 15 എന്ന് പറയുന്നത് 4 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചാണ്. 4 സ്ക്വയർ 16.
16 നിന്ന് 1 കുറച്ചാണ് നമുക്ക് 15. 4 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4ൻ്റെ ക്യൂബിൻ്റെ പരം 1 കൂട്ടിയതായിരിക്കും ആൻസർ. 3 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചിട്ട് 8 ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 3 ക്യൂബാണ് അടുത്തതിൽ വരുന്നത്. 3 സ്ക്വയറിന് പകരം 3 ക്യൂബ് +1 ആണ് വരുന്നത്. അപ്പോൾ 4 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചിട്ടാണ് ഇവിടെ 15 കിട്ടിയതെങ്കിൽ അടുത്തത് വരേണ്ടത് 4ൻ്റെ ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടണം. 4ൻ്റെ ക്യൂബ് എത്രയാണ്? 64. 64 1 കൂട്ടി നമുക്ക് ഉത്തരം കിട്ടും 65. 65 ഓപ്ഷനിൽ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ചോദ്യമാണ് ഇത്. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ മോസ്റ്റ് സൂട്ടബിൾ ആൻസർ. ഏറ്റവും യോജിച്ച ഉത്തരം നമ്മൾ കണ്ടെത്തണം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. എ ഹിൽ ഓൾവേസ് ഹാസ്, ഒരു മലക്ക് എപ്പോഴും ഉള്ളത്, ഒരു മല, ഒരു കുന്നിന് എപ്പോഴും ഉള്ളത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഹൈറ്റ്, വാട്ടർ, ആനിമൽസ്, പ്ലാന്റ്സ്. ഏറ്റവും യോജിച്ചതാണ്, മോസ്റ്റ് സ്യൂട്ടബിൾ ആണ് പറയേണ്ടത്. അപ്പോൾ എന്താണ് ഒരു ഹിൽ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അതിൽ വാട്ടർ ഉണ്ടാകാം, ആനിമൽസ് ഉണ്ടാകാം, പ്ലാന്റ്സ് ഉണ്ടാകാം. പക്ഷേ ഹിൽ എന്ന് പറയുമ്പോൾ ഇനി വാട്ടർ ഇല്ലെങ്കിലും അത് ഹില്ല് ഉണ്ടാവാം, ആനിമൽസ് ഇല്ലെങ്കിലും ഹില്ല് ഉണ്ടാവാം, പ്ലാന്റ്സ് ഇല്ലെങ്കിലും ഹില്ല് ഉണ്ടാകാം. പക്ഷെ ഹൈറ്റ് ഇല്ലെങ്കിൽ ഹിൽ ഉണ്ടാവില്ല. ഹൈറ്റ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, വളരെ ഹൈറ്റ് കൂടിയതിനെയാണ് ഹിൽ എന്ന് പറയുക. അപ്പോൾ ഹില്ലിന് ഓൾവേസ് ഹാസ്, ഒരു കുന്നിന് ഒരു മലക്ക് എപ്പോഴും എന്തുണ്ടാവും, ഉയരം ഉണ്ടാവും, ഹൈറ്റ്. അപ്പോൾ ആൻസർ ഹൈറ്റ്. ഈസിയാണ് ചോദ്യമെങ്കിലും ശ്രദ്ധിച്ച് ആൻസർ എഴുതേണ്ടതുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഫസ്റ്റ് ഡേ ഓഫ് എ ലീപ്പ് ഇയർ ഈസ് സൺഡേ, അതായത് ഒരു അധിവർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം ഞായറാഴ്ചയാണ്. വാട്ട് വിൽ ബി ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ, ആ വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ഏതാണ് എന്നാണ് ചോദ്യം. അതിവർഷം ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 366 ദിവസം ഉണ്ടാവും ലീപ്പ് ഇയറിൽ, അല്ലേ? ലീപ്പ് ഇയർ അതിവർഷത്തിൽ 366 ദിവസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ, ഒരു ഇയറിൻ്റെ പ്രത്യേകതകളുണ്ട്. എന്താണ്? ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും, ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ ഈക്വൽ ആയിരിക്കും ഏത് ഇയറിന്? നോർമൽ ഇയറിന്. നോർമൽ ഇയർ അല്ലെങ്കിൽ ഓർഡിനറി ഇയറിന്. നോർമൽ ഇയർ അല്ലെങ്കിൽ ഓർഡിനറി ഇയറിൽ, അതായത് 365 ദിവസം വരുന്ന വർഷത്തിന് ഫസ്റ്റ് ഇയറും ഫസ്റ്റ് ഡേയും ജനുവരി 1 ഡിസംബർ 31, ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസം ആയിരിക്കും. എന്നാൽ 366 ദിവസം വരുമ്പോൾ അത് ലീപ്പ് ഇയർ, അതിവർഷമാണല്ലോ. അവിടെ ജനുവരി 1 നോക്കി, അവിടെ 366 ദിവസം വരും. 366 ദിവസം വരുമ്പോൾ അതിൻ്റെ അടുത്ത ലാസ്റ്റ് ഡേ ആയിരിക്കും ഡിസംബർ. സാധാരണ വർഷത്തിൽ ജനുവരി 1 ഡിസംബർ 31 തുല്യാവുന്നത്. 365 വരുമ്പോൾ 366 വരുമ്പോൾ ഒരു ദിവസം കൂടിയുണ്ട്. അപ്പോൾ ഏത് ദിവസം തന്നെ വരും? ജനുവരി 1 ഏത് ദിവസമാണോ ആ ദിവസം തന്നെയായിരിക്കും ഏത് വരിക? ഡിസംബർ 31 കഴിച്ചിട്ട് ഡിസംബർ 31-ന് 365 ദിവസമായി. അടുത്തത് ഒരു ദിവസം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഡേ ആണ് വരിക. ലാസ്റ്റ് ഡേ അല്ല, നെക്സ്റ്റ് ഡേ ആണ് ലീപ്പ് ഇയറിൽ വരിക. അതായത് ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസം വരുന്നത് 365 ദിവസം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ 366 ദിവസം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക? ഒരു ദിവസം അപ്പുറത്തേക്ക് അധികം വരും. അപ്പോൾ എന്താണ് വരിക? ജനുവരി 1 ഇവിടെ എന്താണ്? ലീപ്പ് ഇയറിൽ സൺഡേ ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേ എന്താ വരിക? ഓർഡിനറി ഇയർ ആണെങ്കിൽ ലാസ്റ്റ് ഡേ വരൽ സൺഡേ ആണ്. ശ്രദ്ധിക്കുക, സാധാരണ വർഷത്തിൽ അവസാന ദിവസം വരുന്നത് ഞായറാണ്. എന്നാൽ ലീപ്പ് ഇയറിൽ അവസാന ദിവസം വരുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ സൺഡേ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഏതാ വരിക? മൺഡേ ആണ് വരിക. ശ്രദ്ധിക്കണം, 2 ഇയറിൻ്റെ പ്രത്യേകതകൾ ഓർമ്മിച്ച് വെക്കുക. ഈ പറഞ്ഞ പോയിന്റെല്ലാം കുറിച്ച് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഈ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻ്റർചേഞ്ചിങ് ദ സൈൻസ് പ്ലസ് ആൻഡ് മൈനസ് ആൻഡ് നമ്പേഴ്സ് 5 and 8 വിച്ച് വൺ ഈസ് കറക്റ്റ്? എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? പ്ലസും മൈനസും, ചോദ്യത്തിൽ പ്ലസും മൈനസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്ലസും മൈനസും പരസ്പരം കാറ്റുക. എന്താ അർത്ഥം? പ്ലസ് കാണുന്നെടുക്കുക മൈനസ് ഇടണം, മൈനസ് കാണുന്നെടുക്കുക പ്ലസ് ഇടുക.
പിന്നെ 5ഉം 8ഉം മാറ്റുക. 5 കാണുന്നെടുക്കുക, 8 എഴുതുക, 8 5 എഴുതിയാൽ ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? 3 സ്റ്റേറ്റ്മെൻറ്റും കൂടി തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്ക്, ഇവിടുന്ന് ഇവിടത്തേക്ക്, ഇവിടുന്ന് ഇവിടത്തേക്ക്. ഫസ്റ്റിൽ നമുക്ക് ഇതിന് നോക്കാം. 52 - 35 + 55 എങ്ങനെയാവും നോക്കാം. 5 കാണുന്നെടുക്കുക, 8 എഴുതണം. അപ്പോൾ 52ൻ്റെ അടുക്ക് എന്ത് എഴുതണം? 82 എഴുതണമല്ലോ. 5ൻ്റെ അടുക്ക് 8 എഴുതണം. മൈനസ് കാണുന്നെടുക്ക് എന്ത് എഴുതണം? പ്ലസ് എഴുതണം. 3 കാണുന്നെടുക്കുക, 3 തന്നെ എഴുതാം. കാരണം 5ഉം 8ഉം ആണ് വ്യത്യാസം. 5 കാണുന്നെടുക്ക് എന്ത് എഴുതാം? 8 എന്ന് എഴുതാം. പ്ലസ് 5 പ്ലസ് എന്തായി? മൈനസ് ആയി. പ്ലസ് കാണുന്നെടുക്കുക, മൈനസ് കൊടുക്കുക. 5 5ൻ്റെ അടുക്ക് എന്ത് കൊടുക്കുക? 8 കൊടുക്കുക. ഇത് ചെയ്താൽ എത്ര കിട്ടും നോക്കിയാൽ? 82 88 പോയ -6 32 കിട്ടും. ഇവിടെ എത്രയുള്ളത്? 72 കിട്ടില്ല. ഇത് ചെയ്ത് കിട്ടിയാൽ 32. അതായത് 82 120 കിട്ടും. 120 88 കുറച്ചാൽ നമുക്ക് 32 കിട്ടും. അപ്പോൾ ഒന്നാമത്തത് ശരിയല്ല എന്ന് കാണാൻ പറ്റും. രണ്ടാമത്തെ നോക്കാം. 8 കാണുന്നവർക്ക് 5ഉം 5 കാണുന്നവർക്ക് 8ഉം. അപ്പോൾ ഈ 85 എന്താവും? തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതും. 58 ആവും. എഴുതാമല്ലോ. 8ന് 5 എഴുതും, 5ന് 8 എഴുതും. മൈനസ് കാണുന്നവർക്ക് പ്ലസ്. 3ന് മാറ്റമില്ല. 8 കാണുന്നവർക്ക് എത്ര എഴുതണം? 5 എഴുതണം. പ്ലസ് കാണുന്നവർക്ക് മൈനസ്. 8 കാണുന്നവർക്ക് എന്തെഴുതണം? 5 എഴുതണം. 5 കാണുന്നവർക്ക് 8 എഴുതണം. കറക്റ്റ്. ഇത് നോക്കാം. 58 35 നമുക്ക് 93 കിട്ടും. 93 58 58 58 പോയ 0 ആയി. പിന്നെ ബാക്കി നമുക്ക് എത്ര കിട്ടുക? 35 ആണ് കിട്ടുക. ഇത് രണ്ട് ക്യാൻസലായി. 35 ആണ് കിട്ടുക. ഇവിടെ നമുക്ക് തന്നത് 132 ആണ്. അപ്പോൾ രണ്ടാമത്തതും ശരിയല്ല. മൂന്നാമത്തേത് നോക്കാം. 82 35 82 + 35 - 55. 8 കാണുന്നെടുക്കുക, 5 എഴുതുക. 2ന് മാറ്റമില്ല. പ്ലസ് കാണുന്നെടുക്കുക, മൈനസ് എഴുതുക. 3ന് മാറ്റമില്ല. 5 കാണുന്നെടുക്കുക, 8 എന്ന് എഴുതുക. മൈനസ് പ്ലസ് ആക്കുക. 5 5 എന്നുള്ളത് 8 8 എന്ന് എഴുതുക. നമുക്ക് നോക്കാം. 52 38 പോയാൽ നമുക്ക് എത്ര കിട്ടും? 14 കിട്ടും അല്ലേ? 52 38 14. 14ഉം 88ഉം കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 102 കിട്ടും. ഇവിടെ 102 ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? ഇതാണ് ശരി. അപ്പോൾ ഈ ചോദ്യം ചെയ്തതിലൂടെ എന്താ മനസ്സിലാക്കേണ്ടത്? പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് നാളെ മെൻ്റൽ എബിലിറ്റിയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്ത് ശീലിക്കാൻ ഈ ചോദ്യം പരിചയപ്പെടുന്നതിലൂടെ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ വാക്സ് 6 കിലോമീറ്റർ സൗത്ത്, ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ ആൻഡ് അഗെയിൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്ക് 7 കിലോമീറ്റർ. വാട്ട് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ എന്നാണ് ചോദ്യം. ഇത് ഡയറക്ഷൻ സെൻസ്, അതായത് ഈ ദിശയും ദൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് പറയുക? നമ്മൾക്കറിയാം, ഇങ്ങനെ നമ്മളൊരു വരച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ വരച്ച് ക്ലോക്ക് അല്ലേ, കമ്പസ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇത് നോർത്തായിട്ട് എടുക്കും, സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെയാണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ കാണിക്കുക. എ മാൻ വാക്ക് 6 കിലോമീറ്റർ സൗത്ത്. അപ്പോൾ മാൻ ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത്. അയാൾ 6 കിലോമീറ്റർ സൗത്ത് താഴോട്ട്, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇവിടുന്ന് സൗത്തിലേക്ക് വന്നു, 6 കിലോമീറ്റർ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 6 എഴുതി വെക്കുക. ടേൺസ് ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അയാൾ ഈ തെക്കോട്ട് വരുമ്പോൾ അയാളുടെ ഇടത്തെ കൈ ഇപ്പുറവും ലെഫ്റ്റ് ഇപ്പുറവും റൈറ്റ് ഇപ്പുറവും ആയിരിക്കുമല്ലോ. അയാളുടെ കൈ വരുന്നുണ്ടാവുക, അയാൾ ഇങ്ങോട്ടല്ലേ നടക്കുന്നത്, അയാൾ ലെഫ്റ്റ് അപ്പോൾ ഇങ്ങോട്ടും. ടേൺസ് ലെഫ്റ്റ് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് അയാൾ ടേൺ ചെയ്തു. ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്തു? 5 കിലോമീറ്റർ ടേൺസ് ലെഫ്റ്റ് 6 കിലോമീറ്റർ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ 5 കിലോമീറ്റർ നടന്നു. ഓക്കെ, 5 കിലോമീറ്റർ നടന്നു. ആൻഡ് അഗെയിൻ ടേൺസ് ലെഫ്റ്റ്. അപ്പോൾ അയാളുടെ കൈ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് എന്താണ് വരിക? ഇപ്പുറം അടുത്ത കൈയും ഇപ്പുറം റൈറ്റ് ഹാൻഡും ആയിരിക്കും അല്ലേ? അറിയണം. ഇങ്ങനെ ഒരാൾ പോകുമ്പോൾ ഇപ്പുറം ലെഫ്റ്റ് ആയിരിക്കും, ഇപ്പുറം റൈറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ടേൺസ് ലെഫ്റ്റ് ആണ് അയാൾ. വീണ്ടും അയാൾ എന്ത് ചെയ്തു? 5 കിലോമീറ്റർ നടന്നു. ആൻഡ് അഗെയിൻ ടേൺസ് ലെഫ്റ്റ്. വീണ്ടും അയാൾ 6 കിലോമീറ്റർ സൗത്തിലേക്ക് നടന്നു. ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ നടന്നു. ആൻഡ് അഗെയിൻ ടേൺസ് ലെഫ്റ്റ്. വീണ്ടും അയാൾ ടേൺസ് ലെഫ്റ്റ് ഇടത്തോട്ട് നടന്നു. എത്ര നടന്നു? ആൻഡ് വാക്ക് 7 കിലോമീറ്റർ. ഇങ്ങനെ പോയിട്ട് അയാൾ 7 കിലോമീറ്റർ നടന്നു. നേരത്തെ ഞാൻ എടുത്ത് 6 ഇത്ര എടുത്തുകൊണ്ട് ഞാൻ എടുത്തേക്ക് ഇങ്ങോട്ട് 7 എന്ന് എഴുതി. ഓക്കെ, 7 എന്ന് എഴുതി. അയാൾ അങ്ങോട്ട് നടന്നു.
വാട്ട് ഡയറക്ഷൻ ഈസ് ഈ ഫേസിങ് നൗ? ഇപ്പോഴയാൾ ഏത് ഡയറക്ഷനിലാണ് ഉള്ളതെന്നാണ് ചോദ്യം. ഇപ്പോഴയാൾ മുകളിലോട്ടല്ലേ, ഇങ്ങോട്ട് ഡയറക്ഷനിലല്ലേ, ഇങ്ങോട്ടുള്ളത് ഏത് ഡയറക്ഷനാണ് നമുക്കിവിടെ കാണുന്നത്? നോർത്താണ് കാണുന്നത്. കറക്റ്റ് അല്ലേ? നോർത്താണ് കാണുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് അയാൾ വരിക? നോർത്ത് ഡയറക്ഷനിലാണ് അയാൾ ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആൻസർ നോർത്ത് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ സെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയും മാസ്യൂളിലുണ്ട്. ഈ ഓരോ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മാസ്യൂളിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രോബ്ലം വരാം എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ കാണുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.